ടെക് ന്യൂസ് മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അമേസ്ഫിറ്റ് GTR 2e, അമേസ്ഫിറ്റ് GTS 2e എന്നീ സ്മാർട്ട് വാച്ചുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിലെ അമേസ്ഫിറ്റ് GTR 2eയിലെ 1.39 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 471 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ അമേസ്ഫിറ്റ് GTS 2eയിലെ 1.65 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 246 mAh ബാറ്ററിയാണ് വരുന്നത്. രണ്ട് സ്മാർട്ട് വാച്ചുകളിലും ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ, അതുപോലെ തന്നെ 24 hours ഹാർട്ട് റേറ്റ് മോണിറ്റർ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. രണ്ട് സ്മാർട്ട് വാച്ചുകളുടെയും വില വരുന്നത് 9,990 രൂപയാണ്. ആപ്പിൾ 13 ഇഞ്ച് മാക്ബുക്ക് പ്രോ മോഡലുകൾക്കുള്ള ഡിസ്പ്ലേ ബാക്ക് ലൈറ്റ് സർവീസ് പ്രോഗ്രാം 4 കൊല്ലമുള്ളത് 5 കൊല്ലമാക്കിയിരിക്കുകയാണ്. സൈബർപങ്ക് 2077 എന്ന ഗെയിമിൻ്റെ ഫുൾ ഡെവലപ്മെൻറ്റ് 2016 ലാസ്റ്റ് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് CD Projekt എംപ്ലോയീസ് റിവീൽ ചെയ്തിരിക്കുകയാണ്. സിഗ്നൽ എന്ന മെസ്സേജിംഗ് ആപ്പിൽ ചിലപ്പോൾ ചില ചാറ്റിൽ മെസ്സേജ് കിട്ടാത്ത പ്രശ്നം വന്നേക്കാമെന്ന് സിഗ്നൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് യൂസേഴ്സ് കൂടിയതുകൊണ്ടാണ്. ഇത് അടുത്ത അപ്ഡേറ്റിൽ ശരിയാക്കുമെന്ന് സിഗ്നൽ പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രൈവസി പോളിസി അക്സെപ്റ്റ് ചെയ്യാതെ മറ്റ് ആപ്പുകൾ യൂസ് ചെയ്യാമെന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. വാട്സപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസികൾക്കെതിരെയുള്ള ഒരു പെറ്റീഷനിലാണ് കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഹുവാവേ Mate 20 സീരീസിലെ ഇനി മുതൽ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും മറ്റ് അപ്ഡേറ്റ്സുകളും ഒന്നും ലഭിക്കില്ല. USA ഇന്റലിനും അതുപോലെ തന്നെ മറ്റ് ചിപ്പ് മേക്കേഴ്സിനും ഹുവാവേക്ക് ചിപ്പുകൾ നൽകാനുള്ള പെർമിഷൻ പിൻവലിച്ചിരിക്കുകയാണ്. ആപ്പിൾ മാക്ബുക്ക് പ്രോയിലെ ചില യൂസേഴ്സ് ചാർജിംഗ് ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സാംസങ് PCകൾക്ക് വേണ്ടിയിട്ടുള്ള Exynos പ്രോസസ്സർ കൊണ്ടുവരുന്നു. ആപ്പിൾ M1 പ്രോസസ്സറിന് കോമ്പറ്റീഷനായിട്ടായിരിക്കും ഈ പ്രോസസ്സർ വരിക. 2020 തേർഡ് ക്വാർട്ടറിലെ ഏറ്റവും കൂടുതൽ വിറ്റ TWS ആപ്പിൾ എയർപോഡ്സ് ആണെന്ന് കൗണ്ടർ പോയിന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആമസോൺ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ ജനുവരി 20 മുതൽ ജനുവരി 23 വരെ നടക്കും. ഇതിൽ സാംസങ് M31, സാംസങ് M21, നോക്കിയ 5.3, ഓപ്പോ A31, പിന്നെ iPhone 12 mini അടക്കം പല ഫോണുകൾക്കും ഓഫർ വരും. സ്കൾ കാൻഡി JIB ട്രൂ വയർലെസ് ഇയർബഡ്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 22 മണിക്കൂർ ബാറ്ററി ലൈഫാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൻ്റെ വില വരുന്നത് 2,999 രൂപയാണ്. ആംബ്രൈൻ നിയോബഡ്സ് 11, ആംബ്രൈൻ നിയോബഡ്സ് 22 എന്നീ ട്രൂ വയർലെസ് ഇയർബഡ്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. രണ്ടിലും ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ തന്നെ സിരിയുടെയും സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ രണ്ടിലും ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. ആംബ്രൈൻ നിയോബഡ്സ് 11 ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. നിയോബഡ്സ് 22 നോ ഫോൾ ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും വില വരുന്നത് 2,499 രൂപയാണ്. ആൻഡ്രോയിഡ് 12 വരാൻ പോകുന്ന ഹൈബ്രിഡേഷൻ ഫീച്ചർ വഴി അധികം യൂസ് ചെയ്യാത്ത ആപ്പുകളുടെ സൈസ് കുറയുമെന്നാണ് റിപ്പോർട്ട്. സാംസങ്ങിൻ്റെ അവകാശിക്ക് കൈക്കൂലി കേസിൽ സൗത്ത് കൊറിയൻ കോടതി 2.5 വർഷം ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. സാംസങ്ങിൻ്റെ Note 20 സീരീസിലും S20 സീരീസിലും S10 സീരീസിലും Note 10 സീരീസിലും പിന്നെ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകളിലും അടുത്ത് തന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള OneUI 3.1 അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൊളീഷൻ ഫോർ സേഫർ വെബ് ടെലഗ്രാം ആപ്പിൾ സ്റ്റോറിൽ നിന്നും റിമൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും റിമൂവ് ചെയ്യാനും ആവശ്യപ്പെട്ടേക്കാം. എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റിനെതിരെ ആക്ഷൻ എടുക്കാത്തതിന് ഇവർ ടെലഗ്രാമിനെതിരെ ലോ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ M1 ചിപ്പിന് കോമ്പറ്റീഷനായിട്ട് സ്നാപ്ഡ്രാഗൺ SE8280 എന്ന പ്രോസസ്സർ വരുന്നു. സാംസങ് ഗാലക്സി ബഡ്സ് പ്രോയിൽ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിൽ ഇയറിംഗ് എയ്ഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. സാംസങ് S20ക്ക് ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള OneUI 3.0 അപ്ഡേറ്റ് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ സാംസങ് S20 സീരീസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. സാംസങ് S20 FE 5G എന്ന ഫോണിൽ ടച്ച് സ്ക്രീൻ സ്റ്റെബിലിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിൽ 2021 ജനുവരി ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ചും വരുന്നുണ്ട്. ഓപ്പോ Enco X എന്ന ട്രൂ വയർലെസ് ഇയർബഡ്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വില വരുന്നത് 9,990 രൂപയാണ്. ഐറ്റൽ വിഷൻ 1 Pro എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാഡ് കോർ പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ പിന്നിൽ 8 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 6,599 രൂപയാണ്. മോട്ടറോള നിയോ എന്ന കോഡ് നെയിമിൽ വരുന്ന ഫോണിൻ്റെ സ്കൈ കളർ വേരിയൻറ്റിൻ്റെ ഇമേജ് ലീക്കായിരിക്കുകയാണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ പേര് മോട്ടറോള എഡ്ജസ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 105 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.
ഹോണർ V40 എന്ന ഫോണിൻ്റെ ലോഞ്ച് ജനുവരി 22 പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഈ ഫോൺ ജനുവരി 18 ലോഞ്ച് ചെയ്യേണ്ട ഫോണായിരുന്നു. പിന്നെ ഈ ഫോണിലെ ഗെയിമിംഗ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് GPU ടർബോ X എന്ന ഫീച്ചർ വരുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഈ ഫോണിൻ്റെ ചില ലൈവ് ഇമേജസും ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. ഈ ഫോണിൽ 6.72 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസർ വരും. ഫ്രണ്ടിൽ 32+16 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. ഓപ്പോ ഇക്കൊല്ലം ഇന്ത്യയിൽ 6ഓളം 5G ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. മീഡിയാടെക്കിൻ്റെ പുതിയ 1100 എന്ന പ്രോസസ്സർ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് മീഡിയാടെക് ഡിമെൻസിറ്റി 1200 തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറായിരിക്കും. ഇതിൽ 2.6 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A78 4 കോറുകളായിരിക്കും വരിക. പിന്നെ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55 4 കോറുകളും വരും. ഇതിൽ മാലി G77 എന്ന GPU വരാനാണ് സാധ്യത. മീഡിയാടെക്കിൻ്റെ ആദ്യത്തെ 5nm പ്രോസസ്സർ 2022 വരുമെന്നാണ് റിപ്പോർട്ട്. അതിൻ്റെ പേര് മീഡിയാടെക് ഡിമെൻസിറ്റി 2000 ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഇതിൽ കോർട്ടെക്സ് X2 പെർഫോമൻസ് കോറും പിന്നെ കോർട്ടെക്സ് A79 പെർഫോമൻസ് കോറുകളും വരും. ഇതിൽ മാലി G79 എന്ന GPU വരാനാണ് സാധ്യത. മോട്ടോ G30 എന്ന ഫോൺ NBTC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കാപ്രി എന്ന കോഡ് നെയിമിൽ വരുന്ന ഫോണാണ്. ഹുവാവെ P50ൽ 120 Hz റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ 200x ബൈനോക്കുലർ സൂമും വരുമെന്നാണ് റിപ്പോർട്ട്. ഹുവാവെ P50 സീരീസിൽ കിരിൻ 9000 അതുപോലെ തന്നെ കിരിൻ 9000E എന്നീ പ്രോസസ്സറുകൾ വരാനാണ് സാധ്യത. ZTE Axon 30, ZTE Nubia Red Magic 6 എന്നീ ഫോണുകളുടെ പ്രൊമോ പോസ്റ്റേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ ZTE Axon 30ൽ സെക്കൻഡ് ജനറേഷൻ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ വരുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. സാംസങ്ങിൻ്റെ കൂടുതൽ ഫോണുകളുടെ ബോക്സിൽ നിന്നും ചാർജർ ഒഴിവാക്കിയേക്കാം എന്നാണ് റിപ്പോർട്ട്. സാംസങ് S21 സീരീസിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടായിരുന്നില്ല. OnePlus 9 സീരീസിൻ്റെ ബോക്സിൽ തന്നെ ചാർജർ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ OnePlus 9 Proയുടെ പുതിയ റെൻഡേഴ്സ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ സിംഗിൾ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കാണിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. സാംസങ് ടാബ് M62 FCC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 7000 mAh ബാറ്ററി വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ടാബ് അടുത്തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റെഡ്മി K40 സീരീസിൽ ഒന്നിൽ കൂടുതൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ വരുമെന്നാണ് റിപ്പോർട്ട്. റെഡ്മി ചൈന പ്രൊഡക്റ്റ് ഡയറക്ടർ ഒന്നിൽ കൂടുതൽ സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറുള്ള ഫോണുകൾ വരുന്നു എന്ന് വൈബോയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് റെഡ്മി K40 സീരീസിലുള്ള ഫോണുകളായിരിക്കാനാണ് സാധ്യത. ഓപ്പോ A12 എന്ന ഫോണിൻ്റെ ഇന്ത്യയിലെ വില കുറഞ്ഞിരിക്കുകയാണ്. ഈ ഫോണിൻ്റെ 3GB RAM 32GB ഇന്റേണൽ വെർഷൻ്റെ വില 8990 രൂപയുള്ളത് 500 രൂപ കുറഞ്ഞിട്ട് 8490 രൂപയായിട്ടുണ്ട്. പിന്നെ 4GB RAM 64GB ഇന്റേണൽ വെർഷൻ്റെ വില 11490 രൂപയുള്ളത് 500 രൂപ കുറഞ്ഞിട്ട് 10990 രൂപയായിട്ടുണ്ട്. 6.22 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4320 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. Asus ROG Phone 5 എന്ന ഫോണിൻ്റെ ഇമേജ് ലീക്കായിരിക്കുകയാണ്. ഇതിൽ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഫോൺ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഫോണിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെന്നാണ്. പിന്നെ ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരാനാണ് സാധ്യത. പിന്നെ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. സാംസങ് A52 5G എന്ന ഫോൺ ചൈനയിൽ 10A ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 6.5 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. പോക്കോ F12 സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സർ ആയിരിക്കില്ല വരിക എന്നാണ് പോക്കോ ഇന്ത്യ കൺട്രി ഡയറക്ടർ അനൂജ് ശർമ്മ പറഞ്ഞിരിക്കുന്നത്. മുമ്പ് പോക്കോ F12 സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫോണിൻ്റെ വില പോക്കോ F1നേക്കാളും കൂടിയേക്കാം എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. ഓപ്പോ Reno 5 Pro 5G എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 1000+ എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 8GB RAM 128GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്.
4350 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 35,990 രൂപയാണ്.